നമസ്കാരം. എൻ്റെ പേര് രാമാനുജൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന്റെ പ്രചാരണ ഭാഗമായുള്ള ഒരു കഥ പറയാൻ മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ ലളിതാംബിക അന്തർജനം എഴുതിയ പ്രശസ്തമായ മാണിക്കൻ എന്ന കഥയാണ്. മലയാള സാഹിത്യത്തിന് അന്നുവരെ പരിചയമില്ലാതിരുന്ന നമ്പൂതിരി സമുദായ ജീവിതത്തെ, പ്രത്യേകിച്ചും സ്ത്രീ ജീവിതത്തെ കുറിച്ചുള്ള വിമർശനാത്മകമായ രചനകളായിരുന്നു ലളിതാംബിക അന്തർജനത്തിന്റെ എഴുത്തു വിഷയം. അനേകം ചെറുകഥകൾ, ലേഖനങ്ങൾ, ഉപരി അഗ്നിസാക്ഷി എന്ന കാലാതിവർത്തിയായ നോവൽ ലളിതാംബിക അന്തർജനത്തെ നമ്പൂതിരി സമുദായ ജീവിതം എഴുത്തുകാരിയായി മാത്രം കരുതേണ്ടതില്ല. അവരുടെ കാഴ്ചകൾ ഇല്ലത്തിന്റെ കിളിവാതിലിലൂടെ പുറത്തേക്ക് സഞ്ചരിച്ചിരുന്നുവെന്നും അതിന് ഉത്തമ ഉദാഹരണമാണ് മാണിക്കൻ എന്ന കഥയെന്നും ഡോക്ടർ KS രവികുമാർ നിരീക്ഷിക്കുന്നു. മാണിക്കൻ മനുഷ്യരും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ്. ഒപ്പം തന്നെ ദളിത് ദൈന്യത്തിന്റെ കഥ കൂടിയാണ്. കറുമ്പൻ എന്ന പണിയാളന് തമ്പ്രാൻ തൊലി ചുടുങ്ങി ചാകാറായ കാളക്കിടാവിനെ ദാനം നൽകി. തള്ളപ്പശുവിന്റെ മുലപ്പാലിന്റെ കൊഴുപ്പ് യജമാനന്റെ കുട്ടികളിൽ കാണാമായിരുന്നുവെന്ന് കഥാകൃത്ത് ഇതിന് സാക്ഷ്യം പറയുന്നുണ്ട്. കറുമ്പനും അയാളുടെ കുഞ്ഞുമക്കളായ അഴകനും നീലിയും അതിനെ മാണിക്കൻ എന്ന് പേര് വിളിച്ച് ഓമനിച്ചു വളർത്തി. 2-3 വർഷം കൊണ്ട് മാണിക്കൻ വളർന്ന് കൃഷിക്ക് പാകമായി. അഴകനും മാണിക്കനും ചേർന്നാൽ ചേറുപണിക്ക് നല്ല ഉഷാറാണ്. 4 കാളയുടെ ജോലി അവൻ ചെയ്യും. പണിക്ക് ശേഷം ഭക്ഷണം, വിശ്രമം. അതായിരുന്നു ആ ലക്ഷണമൊത്ത കാളയുടെ ശീലം. അഴകനും അത് അനുകൂലമായിരുന്നു. ഒരിക്കൽ അഴകന്റെ ചങ്ങാതി ചോദിക്ക് മാണിക്കനെ കൂട്ടിത്തളിക്കാൻ മോഹം. മനസ്സോടെ അഴകൻ സമ്മതിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചോദി ആവേശത്തിമിർപ്പിൽ മാണിക്കനെ വടികൊണ്ട് ഒന്നടിച്ചു. അവന് അതൊട്ടും പരിചയമുള്ള കാര്യമായിരുന്നില്ല. മാണിക്കൻ ഭ്രാന്തമായി ചോദിക്ക് പിന്നാലെ പാഞ്ഞു. അഴകൻ മാണിക്കനെ ബലം പ്രയോഗിച്ച് പൂട്ടി ചോദിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. ഈ സംഭവം തമ്പ്രാനെ ചൊടിപ്പിച്ചു. അയാൾ ആളെ വിട്ട് അഴകനെ പൊതിരെ തല്ലി മാണിക്കനെ കൊണ്ടുപോയി. ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞാണ് അഴകന് പരിക്കിൽ നിന്നും മുക്തി ലഭിച്ചത്. മാണിക്കനെ തമ്പ്രാൻ ഒരു വണ്ടിക്കാരന് വിറ്റ കാര്യം നീലി പറഞ്ഞ് അഴകൻ അറിഞ്ഞു. അഴകൻ തീർത്തും നിസ്സഹായനായി എല്ലാം കേട്ടിരുന്നു. കഥ അതിന്റെ 2ാം ഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നീലിയെ കെട്ടിച്ചുവിട്ട് തുടർന്ന് അഴകൻ വിവാഹിതനായി. തുടർ വർഷങ്ങളിൽ അവന് 3 കിടാങ്ങൾ പിറന്നു. അഴകൻ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോഴും മാണിക്കനെ പോലെ ഒരു കാളക്കുട്ടനെ വാങ്ങാൻ അവൻ കൊതിച്ചു. സാധിച്ചില്ല. അങ്ങനെ പൊറുതിമുട്ടി അഴകൻ കിഴക്കൻ തോട്ടങ്ങളിൽ പണിക്ക് പോയി. സ്വരുകൂട്ടിയ പണവുമായി ആഴ്ചയിലൊരിക്കൽ മാത്രം അവൻ നാട്ടിലേക്ക് പോയി. അത് പിന്നെ 3 മാസം കൂടുമ്പോൾ മതിയെന്ന് അവൻ നിശ്ചയിച്ചു. ഭയാനകമായ കൊടുംവനത്തിലാണ് അവന്റെ താമസം. ഒരു രാത്രി ചുറ്റുമുള്ള ശബ്ദങ്ങളും അപരിചിത വെളിച്ചങ്ങളും കേട്ടും കണ്ട് ഭയന്ന് വിറച്ചിരുന്ന അഴകന്റെ മുന്നിലൂടെ പോകുന്ന പാതയിൽ 2 ചാടുകളും പിടിയും ഒടിഞ്ഞ ഒരു കട്ടവണ്ടി. അതിന്റെ അടിയിൽ കാളയും ഒരു മനുഷ്യനും. അഴകൻ ചിന്തിച്ചു നിൽക്കാതെ അവിടേക്ക് ഓടിച്ചെന്ന് വല്ല വിധേനയും ആ മനുഷ്യനെയും കാളയെയും പുറത്തെടുത്തു. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ അഴകൻ ആ വയസ്സൻ കാളയെ തിരിച്ചറിഞ്ഞു. അത് മാണിക്കനായിരുന്നു. അവശനും പരിക്കേറ്റവനുമായ മാണിക്കനെ അഴകൻ 5 രൂപയ്ക്ക് അയാളിൽ നിന്നും വാങ്ങി. മാണിക്കനെ തലോടി പരിചരിച്ച് അപകടാവസ്ഥയിൽ നിന്നും ഒരുവിധം രക്ഷിച്ചു. ക്രവാന്ത്യത്തിൽ കഞ്ഞി കുടിച്ചിട്ട് 4-5 നാളായ കുട്ടികളുടെ അലട്ടൽ സഹിക്കാൻ കഴിയാതെയും പൂർണ്ണഗർഭത്താൽ അവശയുമായ കുറുമ്പയുടെ മുന്നിലേക്ക് മാണിക്കനെ മുടന്തി നടത്തിക്കൊണ്ട് അഴകൻ വന്നു. അച്ഛന്റെ അടുത്തേക്ക് അന്നത്തിനായി ഓടി വന്ന മക്കളെ നോക്കി അയാൾ പറഞ്ഞു, കൊച്ചുകുട്ടത്തി, നീ ഇതിനിട്ട് വെള്ളം കൊട്, നിലമ്പി 5-6 പുല്ലിനരിഞ്ഞോടാ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിശബ്ദരാക്കപ്പെട്ടവരുമായ മനുഷ്യർക്കും ഹൃദയവികാരങ്ങൾ ഉണ്ടെന്നും അവർ എത്രമാത്രം പ്രകൃതിയെയും മൃഗങ്ങളെയും ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കരുതുന്നുവെന്നും മാണിക്കൻ എന്ന കഥ വ്യക്തമാക്കുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ കഥകളിൽ സാധാരണ മനുഷ്യരുടെ അസാധാരണ ജീവിത നിഷ്ഠകളുടെ പ്രഖ്യാപനം തല ഉയർത്തി നിൽക്കുന്ന കഥയാണ് മാണിക്കൻ. ഏവർക്കും നന്ദി, നമസ്കാരം.